അപ്പോൾ സിനിമ ഉണ്ടോ ഇല്ലയോ, സിനിമ ചെയ്യുന്ന സമയമാണോ അല്ലയോ, അതിനേക്കാളും അപ്പുറത്താണ് എനിക്ക് രാജേട്ടനുമായിട്ടുള്ള ബന്ധം, വൈശാഖരാജനുമായിട്ടുള്ള ബന്ധം. ഇപ്പോൾ ആ ബന്ധത്തിന് പല അർത്ഥമുണ്ട്. ഇപ്പോൾ അദ്ദേഹം എന്നിൽ കൂടുതൽ വിശ്വസിക്കുന്നു, അദ്ദേഹം എന്നെ കൂടുതൽ സ്നേഹിക്കുന്നു. അത് ഒരു പേഴ്സണലി ഇപ്പോൾ ചിലപ്പോൾ ഒരു മകനെ പോലെ അല്ലെങ്കിൽ ഒരു അനുജനെ പോലെ എന്നെ അദ്ദേഹം സ്നേഹിക്കുന്നുണ്ട്. തിരിച്ചും എനിക്ക് അങ്ങനെ തന്നെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഒരു പ്രൊഡ്യൂസർ എന്നതിനേക്കാളും അപ്പുറം. അതിന് കൂടെ തന്നെ അപ്പോൾ എനിക്ക് ഉത്തരവാദിത്വം കൂടുതലും ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്വം കൂടുതലുണ്ടാവും. ഇപ്പോൾ ഈ സിനിമയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്നെ വിളിച്ച് ചോദിക്കുകയല്ല അത് വേണോ, അല്ലെങ്കിൽ ഒന്ന് പ്രൊഡക്ഷൻ കൺട്രോൾ അത് വേണോ എന്ന് ചോദിക്കല്ല. അത് എൻ്റെ സ്വാതന്ത്ര്യത്തിന് അദ്ദേഹം വിട്ടുതരുന്നതാണ്. അതൊരു വിശ്വാസമായും ഒരു ഉത്തരവാദിത്വമായും ആണ് ഞാൻ കാണുന്നത്. ഒരു കസിൻസിൻ്റെ വിജയത്തെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അർഹൻ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവിന്. ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്ന നിമിഷം വരെയും ₹1 പോലും ബിസിനസ് ചെയ്യാതെയാണ് അദ്ദേഹം ആ സിനിമ ചെയ്തത്. കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് അതിൻ്റെ ബിസിനസ് ലെവലിലേക്ക് വരാതിരുന്നപ്പോൾ എൻ്റെ സിനിമ എന്താണെന്ന് എനിക്കല്ലേ അറിയുള്ളൂ, ഞാൻ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എനിക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ സിനിമ ഇറങ്ങട്ടെ, സിനിമ കണ്ടിട്ട് അതിൻ്റെ ബിസിനസ്സിലേക്ക് വരട്ടെ എന്ന് പറയാൻ ധൈര്യം കാണിച്ച ഒരു നിർമ്മാതാവിൻ്റെ ചങ്കൂറ്റവും ആ ഒരു ഉത്തരവാദിത്വം നമ്മളിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വ ബോധം, ആ ഒരു കാഴ്ചപ്പാട് നമ്മളിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വ ബോധവുമാണ് എന്നെ ഈ സിനിമയിലെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ പോലത്തെ ഒരു നിർമ്മാതാവ് അല്ലെങ്കിൽ ഈ സിനിമ ചിലപ്പോൾ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയേനെ. എപ്പോഴും അങ്ങനെയുള്ള നിർമ്മാതാക്കൾ എൻ്റെ മാത്രമല്ല ഒരു ഇൻഡസ്ട്രിയുടെ തന്നെ ഭാഗ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു വളരെ കോമ്പറ്റേറ്റീവായിട്ടുള്ളൊരു പ്രൊഫഷനാണ്, ഒരു ഫീൽഡാണ്. അതിനനുസരിച്ചിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ സിനിമയുമായും സംബന്ധമായും ഉണ്ടാവും. എപ്പോഴും എന്തുകൊണ്ട് എനിക്ക് കസിൻസ് ഈ ഒരു ബിഗ് ബഡ്ജറ്റിൽ ചെയ്യാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം അതിന് മുമ്പുള്ള സിനിമകളുടെ പ്രതീക്ഷകളാണ്, അല്ലെങ്കിൽ അതിന് മുമ്പുള്ള സിനിമകളുടെ വിജയങ്ങളാണ്. സ്വാഭാവികമായും തിയേറ്ററുകളിൽ ജനങ്ങൾ വന്ന് കാണുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള സിനിമകൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവസാന വാക്കെന്ന് പറയുന്നത് എപ്പോഴും ഏത് ബഡ്ജറ്റിങ്ങിൻ്റെയും ഏത് സിനിമയുടെയും അവസാന വാക്കെന്ന് പറയുന്നത് പ്രേക്ഷകരാണ്. അത് ഓരോ തരം സിനിമയ്ക്കും അതിൻ്റേതായ ജോണറുകളുണ്ട്, അതിൻ്റേതായ ടാർഗറ്റഡ് പ്രേക്ഷകരുണ്ട്. ഇപ്പോൾ ഈ സിനിമ ആസ്വദിക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ടാവും, ആസ്വദിക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ടാവും. അതൊക്കെ വളരെ സ്വാഭാവികമാണ്. ഈ ഒരു മാനദണ്ഡങ്ങളൊക്കെ മാറ്റി വെച്ച് ചെയ്യുന്ന സിനിമയെ ഉത്തരവാദിത്വ ബോധത്തോടു കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏത് ബഡ്ജറ്റിലും സിനിമ ചെയ്യാം. പക്ഷേ അതിനൊരു കൃത്യമായ ബാലൻസിങ് വേണം. അതെങ്ങനെ നമ്മളതിന് ഫീഡ്ബാക്ക് കിട്ടുന്നു, എങ്ങനെ നമ്മളതിനെ തിരിച്ചു പിടിക്കുന്നു എന്നതിനൊക്കെ കൃത്യമായ ഫോർമുലകൾ വേണം. ജനറലി ഇങ്ങനെ തമിഴിലെ സിനിമകൾ പോലെ മലയാളത്തിൽ പിന്നെ കൾച്ചർ വൈസുള്ള മാറ്റങ്ങളുണ്ടോ. ഇപ്പോൾ തമിഴിലെ സിനിമകൾ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ഒരു കണ്ടൻറ്റിനെ നേറ്റിവിറ്റി ഇല്ലാത്തൊരു കണ്ടൻറ്റിനൊന്നും നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിറങ്ങളോടുള്ള താല്പര്യം അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിനോടുള്ള താല്പര്യം ഭാഷാതീതമായി ലോകത്തെല്ലായിടത്തും ഒന്നുപോലൊക്കെ തന്നെയാണ്. അത് ഒരു കിഡിഷ് മൈൻഡിനെ എൻജോയ് ചെയ്യാൻ കഴിയുന്ന സിനിമകളുടെ സ്വഭാവമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചെന്നൈ എക്സ്പ്രസ് എന്ന് പറയുന്ന സിനിമ ഇന്ത്യ ഒട്ടുക്ക് 100 കോടിയിലധികം കളക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. അത് ഒരു പരിധിവരെ കണ്ടൻറ്റിനേക്കാളും അപ്പുറത്ത് സിനിമയുടെ എൻ്റർടൈൻമെൻറ്റ്, സിനിമയുടെ മേക്കിംഗ് അല്ലെങ്കിൽ സിനിമയുടെ ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുള്ള ചിത്രമാണ്. അപ്പോൾ അതൊക്കെ പ്രൂവ് ചെയ്യുന്നത് എല്ലാ ഭാഷകളിലും, ഇപ്പോൾ ചെന്നൈ എക്സ്പ്രസ് ഇവിടെ പോലും ഹിറ്റായിട്ടുള്ള സിനിമയാണ്, എല്ലാ ഭാഷകളിലും ഇത്തരത്തിലുള്ളൊരു ജോണറുണ്ട്. ആ ജോണറിന് അതിൻ്റേതായ കുറേ ആൾക്കാരുണ്ട്, അതിൻ്റേതായ പ്രേക്ഷകരുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. ഇപ്പം നമുക്ക് ഒരു സിനിമയെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് ആ സിനിമ മോശമാകണമെന്നില്ല. നമുക്കൊരു സിനിമ ഉൾക്കൊള്ളാൻ കഴിയും എന്നതുകൊണ്ട് ആ സിനിമ നല്ലതാകണമെന്നുമില്ല. അത് അവരവരുടെ സ്വാതന്ത്ര്യത്തിന് വിടുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാൻ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ കുട്ടികൾ കാണുന്നത് കാർട്ടൂൺ സിനിമകളാണ്. കാർട്ടൂൺ സിനിമകൾ കാണുന്നത് കൊണ്ട് അവരെ എനിക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഞാൻ അവരുടെ കൂടെ ഇരുന്ന് ചിലപ്പോൾ സിനിമ കാണുന്നുണ്ടാവും. അത് എൻജോയ് ചെയ്യുന്നുണ്ടോ എൻജോയ് ചെയ്യുന്നില്ലോ എന്നുള്ള രണ്ടാമത്തെ വിഷയം. പക്ഷേ ആ ഏജ് ഗ്രൂപ്പിന് അതിനൊരു ആസ്വാദനത്തിൻ്റെ രീതി തന്നെയാണ്. അത് ഒരു ഏജിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആസ്വാദനത്തിന് പലതരത്തിലുള്ള മാനസിക നിലവാരങ്ങളുണ്ട്, മാനസിക തലങ്ങളുണ്ട്. അതൊക്കെ അതാത് ജോണറിൽപ്പെട്ടവർ ആസ്വദിച്ചോളും. ആസ്വദിക്കാൻ കഴിയാത്തവർ അവർക്ക് ആക്സസ് ഉള്ള പോയിന്റുകളിൽ അവർക്ക് വിമർശിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ആക്സസ് ഉള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ സോഷ്യൽ നെറ്റ്വർക്കുകൾ വളരെ ഉദാരമാണ്. ആർക്ക് വേണമെങ്കിലും എന്ത് സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിലും പറയാം. അങ്ങനെ പറയുമ്പോഴും നമ്മൾ തന്നെയാണ് ഫിൽറ്ററിങ് ഉണ്ടാക്കേണ്ടത്. നമുക്ക് ആസ്വദിക്കാൻ കഴിയാത്തത് തെറ്റാണെന്ന് പറയുന്നതിലോ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് മാത്രമേ ശരിയെന്ന് പറയാനോ അല്ല. മറ്റുള്ളവരെ അവരുടെ ആസ്വാദനത്തിൻ്റെ രീതികൾക്ക് വിടുക, ക്രിയേറ്റീവായി വിമർശിക്കുക,
അത് പോസിറ്റീവായി ഇപ്പോൾ ക്രിയേറ്റർ എന്ന നിലയിൽ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുക, നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ ഉൾക്കൊള്ളാതിരിക്കുക. ഇതാണ് ഞാൻ ചെയ്യുന്നൊരു രീതി. ഇത്രയും ബഡ്ജറ്റ് സിനിമകൾ അങ്ങനെ ആരെങ്കിലും വെച്ചെടുക്കാൻ പറ്റുമെന്ന വിശ്വാസം എനിക്കില്ല. കാരണം പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അതിൻ്റെ ഒരു അട്രാക്റ്റീവ് പോയിൻ്റ് എന്ന് പറയുന്നത് താരങ്ങൾ തന്നെയാണ്. പരിചയമുള്ള മുഖങ്ങൾ എന്ന് വിശേഷിപ്പിക്കാം താരങ്ങൾ എന്ന് പറയുന്ന വാക്കിനേക്കാളും. കാരണം ചില ഇമോഷൻസ്, ഇപ്പോൾ ഉദാഹരണത്തിന് കസിൻസിൽ എനിക്കൊരു പ്രണയം പറയണം. ആ പ്രണയം പറയാൻ എനിക്ക് ചിലപ്പോൾ കിട്ടുന്നത് ഒരു 10 മിനിറ്റായിരിക്കാം സ്ക്രീൻ ടൈം. അതിൽ കൂടുതൽ എടുക്കാൻ പറ്റില്ല, കാരണം ഇതിനകത്ത് ഒരുപാട് ഇക്വേഷൻസ് നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. ആ ഇക്വേഷൻസൊക്കെ സ്ക്രീൻ ടൈം പ്ലേസ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഒരു പ്രണയം പറയാൻ വേണ്ടി നമുക്ക് മാക്സിമം കിട്ടാൻ പോകുന്ന ഒരു 10 മിനിറ്റ്. ഈ 10 മിനിറ്റ് കൊണ്ട് ഒരു പ്രണയം പറയണമെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് നമ്മളെ സഹായിക്കും. അതല്ലാതെ പറയാൻ പറ്റില്ല എന്നല്ല, ചിലപ്പോൾ പറയാൻ പറ്റുന്നവരുണ്ടാവും. പക്ഷേ നമുക്ക് ഭയങ്കര ഗുണമാണ് അതൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ. കാരണം അവരുടെ അത്തരം ഇമോഷൻസ് കണ്ട് പരിചയമുള്ളത് കൊണ്ട് അതിലേക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്തെത്താൻ പറ്റും. പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തിയേറ്ററുകളിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നതിന്, പ്രേക്ഷകരെ കൊണ്ടുവരുന്നതിന് താരങ്ങൾ അല്ലെങ്കിൽ പരിചയമുള്ള മുഖങ്ങൾ എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടത് തന്നെയാണ്. താരങ്ങളില്ലാതെ താരങ്ങളോട് മത്സരിച്ച് പ്രൊഡ്യൂസറുമായി സിനിമ ചെയ്യുക എന്നതല്ല എൻ്റെ നയം, എൻ്റെ വിശ്വാസം. നല്ല സിനിമകളുണ്ടാക്കി താരങ്ങളെ കൂടുതൽ ഉയർച്ചയിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ സ്റ്റാർഡം നിലനിർത്താൻ ശ്രമിക്കുക. അതോടൊപ്പം മറ്റു താരങ്ങളെ കൂടി അവതരിപ്പിക്കാൻ ശ്രമിക്കുക. ഇപ്പം ഞാൻ 4 പേരെ എടുക്കുമ്പോൾ അതിൽ ഒരാൾക്ക് ഞാൻ കമ്പാരിറ്റീവ്ലി ന്യൂകമ്മറായിട്ടുള്ള ഒരാൾക്ക് അവസരം കൊടുക്കാനാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഞാൻ എല്ലാ സിനിമകളിലും ചെയ്തിട്ടുണ്ട്. മല്ലു സിംഗ് ചെയ്യുമ്പോൾ മല്ലു സിംഗ് ഒരു കമ്പാരിറ്റീവ്ലി പുതിയ ആളെയാണ് പ്ലേസ് ചെയ്തത്. എന്ന് വെച്ച് മറ്റ് 3 താരങ്ങളാണെന്ന് തിയേറ്റർ ആൾക്കാരെ കാണാൻ അല്ലെങ്കിൽ എത്തിക്കാൻ എന്നെ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബാലൻസിങ്ങും ഒപ്പം നല്ല പ്രൊഡ്യൂസറുടെയും നല്ല ടെക്നീഷ്യൻസിൻ്റെയും നല്ല കണ്ടൻറ്റിൻ്റെയും നല്ല സ്ക്രിപ്റ്റിൻ്റെയും സപ്പോർട്ടിൽ നിന്നാണ് ഒരു നല്ല സിനിമ ഉണ്ടാകുന്നത്.